വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ അഞ്ജിത, ഹാർവെസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് ട്രെയിനർ. ഇന്ന് നമ്മൾ ഹാർവെസ്റ്റിൻ്റെ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൻ്റെ 10ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിശദമായി പരിചയപ്പെടുത്തുകയാണ്. അപ്പം ആദ്യം തന്നെ MI ലൈഫ് സ്റ്റൈലിൻ്റെയും ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയുടെയും മുഴുവൻ മാനേജിംഗ് ടീം മെമ്പേഴ്സിനോടുമാണ് നന്ദി പറയാനുള്ളത്. ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം, പൊതുവായി നമ്മളൊരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നടത്തുന്നത് പോലെ വലിയൊരു ഹാളിൽ ഒരു 500-600 പേരൊക്കെ കൂടിയിട്ടുള്ള ഇത് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പോസിബിൾ അല്ല. അപ്പം ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതിന് ഈ എല്ലാ ടീം മെമ്പേഴ്സിനോടുമാണ് നന്ദി പറയുന്നത്. ആദ്യം തന്നെ പ്രോഡക്റ്റ് നോളജ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? തീർത്തും അത്യാവശ്യമാണ്, അല്ലെ? ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. കാരണം നമ്മളുടെ പ്രൊഡക്ട്സ് ആണ് നമ്മളുടെ വെപ്പൺസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഓരോ പ്രൊഡക്ട്സിലും ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർന്നിട്ടുള്ളത്, അവ എപ്രകാരമാണ് നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നമ്മളുടെ രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം, ആർക്കൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ ഡോസ് എപ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കണം, ഇത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യം ആ പ്രൊഡക്റ്റിൽ ഒരു വിശ്വാസം വരണം. ഇത് ഇങ്ങനെയൊക്കെയാണ് ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്, ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതേ രീതിയിൽ അതേ വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ആ കേൾക്കുന്ന ആള് നിങ്ങളുടെ കോൺഫിഡൻസ് കണ്ടിട്ടാണ് ആള് നമ്മളുടെ കമ്പനിയിലേക്ക് വരുന്നതും നമ്മളുടെ പ്രോഡക്ട്സ് വാങ്ങാനും ഒക്കെ ആൾക്കാർ തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് നോളജ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതിനായിട്ടാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വിങ് ആയിട്ടുള്ള ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി ഉള്ളത്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ് നമ്മളുടെ ബിസിനസ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ അറിവ് നേടുന്നതിലൂടെ നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ്. അതായത് ലേൺ ആൻഡ് ഏൺ. നിങ്ങൾ അറിവ് നേടൂ, അതിലൂടെ നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ടോട്ടൽ 6 ബ്രാൻഡ്സ് ആണുള്ളത്. അതിൽ തന്നെ ഓൺ ആൻഡ് ഓൺ, എലമെന്റ്സ് വെൽനെസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ സ്റ്റാർ ബ്രാൻഡ്സ് ആണ്. അപ്പം എലമെന്റ്സ് വെൽനെസ്സിൽ എന്തൊക്കെയാണ് എലമെന്റ്സ് വെൽനെസ്സിൽ വരുന്നത്? ആയുർവേദത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള, അല്ലെ, നമ്മളുടെ വെൽനെസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഓരോ അവയവങ്ങളുടെ സംരക്ഷണവും ആരോഗ്യവും ഒക്കെ കാത്തു സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആണ് എലമെന്റ്സ് വെൽനെസ്സിൽ വരുന്നത്. ഓൺ ആൻഡ് ഓണിലാണെങ്കിൽ ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ് ഓൺ ആൻഡ് ഓണിൽ വരുന്നത്. ബാക്കിയുള്ള 4 ബ്രാൻഡ്സ്, അതായത് ആഹാർ, ന്യൂ സ്റ്റാർ, മൈ ഹോം, ഇന്ത്യാഗ്രോ, ഈ ബ്രാൻഡ്സ് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് നമ്മളുടെ വീടുകളിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സ് നിങ്ങൾ ഉപയോഗിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ബ്രാൻഡ്സ് വന്നിരിക്കുന്നത്. ആഹാർ ആയിക്കോട്ടെ, നല്ല ഗുണമേന്മയുള്ള കറി പൗഡേഴ്സ് നിങ്ങൾ ഉപയോഗിക്കണം. ഇപ്പൊ അറിയാം നമുക്കല്ലേ, പല വിധത്തിലുള്ള മായം ചേർത്തിട്ടുള്ള കറി പൗഡേഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട്, അതിനൊക്കെ ഒരു സ്റ്റോപ്പ് എന്നുള്ളത് ഇട്ടുകൊണ്ടാണ് നമ്മളുടെ ആഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് വന്നിരിക്കുന്നത്. ന്യൂ സ്റ്റാർ ആണെങ്കിൽ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ആണ്. ഒരുപാട് ബ്യൂട്ടി സോപ്സ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, ഓയിൽ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മളുടെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ആണ്. ഇനി മൈ ഹോമിലാണെങ്കിൽ ഹോം കെയർ ആണ്, അല്ലെ? ഒരുപാട് ഡിറ്റർജൻസ്, ഡിഷ് വാഷ്, അതുവഴി നമ്മളുടെ ഹോമിന്റെ കെയറിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡാണ്. ഇന്ത്യാഗ്രോ ആണെങ്കിൽ ഒരുപാട് അഗ്രികൾച്ചർ, നമ്മളുടെ കാർഷിക വിള വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുന്ന ഒരു ബ്രാൻഡാണ്. ഒരുപാട് പ്രൊഡക്ട്സ് ആണ് അതിലുള്ളത്. അത്തരത്തിലൊരു ബ്രാൻഡാണ് നമ്മളുടെ ഇന്ത്യാഗ്രോ എന്ന് പറയുന്ന ബ്രാൻഡ്. ഇനി ഒരു ചോദ്യം, നമ്മളുടെ പൂർവികരും അതായത് നമ്മളുടെ മുതുമുത്തച്ഛന്മാരും അതേപോലെ തന്നെ ഈ ഒരു നൂറ്റാണ്ടിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെയും പ്രായത്തിൽ, ആയുർദൈർഘ്യത്തിൽ എത്രത്തോളം വ്യത്യാസമാണ് കണ്ടിരിക്കുന്നത്? പറയുകയാണെങ്കിൽ നമ്മളുടെ മുതുമുത്തച്ഛന്മാര്, അല്ലെ, നമ്മളുടെ പൂർവികരൊക്കെ 90 വയസ്സിനും 100 വയസ്സിനും ഒക്കെ മുകളിലായിരുന്നു അവരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നേരെ പകുതിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്, അല്ലെ? 50ഉം 55ഉം 60 വയസ്സിലുമൊക്കെയാണ് ആൾക്കാർ മരണമടയുന്നത്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ നമ്മൾ വെൽഹാർട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ്
ഏറ്റവും ഒന്നാമത്തെ മരണ കാരണം എന്ന് പറഞ്ഞിട്ടുള്ളത് യുഎന്നോട് ലോക ആരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത്. അപ്പം സൈലന്റ് ഡെത്ത് ആണ് അല്ലെ, അറ്റാക്ക് ആണ് വരുന്നത്, ഹാർട്ട് അറ്റാക്ക് ആണ് വരുന്നത്. അതും ചെറിയ പ്രായത്തിൽ 50 വയസ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു വയസ്സിലാണ് ആൾക്കാർ മരണത്തിലേക്ക് കീഴടങ്ങുന്നത്. ഇന്ന് നമുക്കറിയാം പല വിധത്തിലുള്ള വ്യാധികളാണ് അനുദിനം നമ്മളുടെ ഈ ഒരു നൂറ്റാണ്ടിൽ, ഈ ഒരു കാലഘട്ടത്തിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നത്. പണ്ടൊന്നും കേട്ടുകേൾവി അല്ലെങ്കിൽ ഓർക്കാൻ പോലും കഴിയാത്തത്ര തരത്തിലുള്ള വ്യാധികളാണ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് തന്നെ നമുക്കറിയാം അല്ലെ, കൊറോണ വൈറസ്. ആൾക്കാരൊക്കെ മാസ്ക് ധരിച്ചാണ് പോകുന്നത്. അതൊരു റൂട്ടീനായി മാറിയിരിക്കുകയാണ്, അവരുടെ ദിനചര്യയിൽ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ മാസ്ക് വെച്ചിട്ടുള്ളൊക്കെ നടത്തം എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ ഒരു ആയുർദൈർഘ്യത്തിൽ ഇത്രയധികം വ്യത്യാസം വന്നിട്ടുള്ളത്? ഇന്ന് നമ്മൾ നോക്കിയാൽ അറിയാം, എല്ലാം ഇന്ന് ജീവിതശൈലി രോഗങ്ങളാണ്. പ്രമേഹം മുതൽ ക്യാൻസർ വരെ ഇന്ന് നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നവയാണ്. ഇങ്ങനെ ഓരോ തരത്തിലുള്ള വ്യാധികളൊക്കെ വരുമ്പോൾ നമ്മളുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടും എന്തുണ്ട്? രോഗപ്രതിരോധ ശേഷിയുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് നമ്മളുടെ ശരീരത്തിൽ. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് 24 മണിക്കൂറും വിജിലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും രോഗാണുക്കൾ, ബാക്ടീരിയാസോ വൈറസോ ജേംസോ ഒക്കെ കയറുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നാച്ചുറൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിയുണ്ട്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ശ്വസിക്കുന്നതിലൂടെ കോടിക്കണക്കിന് ബാക്ടീരിയാസ് ആണ് നമ്മളുടെ ശ്വാസകോശത്തിനകത്തേക്ക് കയറുന്നത്. അത് അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശരീരത്തിൽ ഒരുപാട് മെക്കാനിസംസ്, ഒരുപാട് കാര്യങ്ങളാണ് ശരീരം തന്നെ രോഗപ്രതിരോധത്തിനായിട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പലവിധ കാരണങ്ങൾ കൊണ്ട് ഇന്ന് രോഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ? ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ തന്നെ നമ്മൾക്ക് 8-9 പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് സ്ട്രെസ് അല്ലെ. സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ട്രെസ് നമ്മളുടെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും എന്ന് പറയുമ്പോൾ ശരീരം ഒട്ടാസകലം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ചെലുത്താനായിട്ട് സഹായകമാകുന്ന ഒന്നാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണമായിട്ട് നോക്കാം, തലയിൽ എടുത്താൽ നോക്കാം. തലയിൽ സ്ട്രെസ് വരുമ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ തലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നത്? അസഹ്യമായിട്ടുള്ള തലവേദന അനുഭവപ്പെടാറുണ്ട്. അതേപോലെ തന്നെ മുടി കൊഴിച്ചില് അധികമായി കണ്ടിട്ടുണ്ട്, മുടി നരയ്ക്കുന്നത് അധികമായി കണ്ടിട്ടുണ്ട്. ഹൃദയത്തിലാണെങ്കിലോ ഹാർട്ട് ബീറ്റ് അല്ലെ, ഹൃദയത്തിന്റെ ഇടിപ്പ് വളരെയധികം വേഗത്തിലാവുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് പ്രഷർ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പൾസ് വർദ്ധിച്ച നിലയിലാണ് കാണുന്നത്. ആമാശയത്തിലാണെങ്കിലോ നമ്മളുടെ ദഹനമൊക്കെ താളം തെറ്റുന്ന രീതിയിലാണ് നടക്കുന്നത്. കാലുവേദന, സന്ധിവേദന, നടുവേദന തുടങ്ങിയ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു വില്ലൻ തന്നെയാണ് നമ്മളുടെ ജീവിതത്തില്. അടുത്തതായിട്ടുള്ളതാണ് നമ്മളുടെ ജങ്ക് ഫുഡ്സ് അല്ലെ. ഒട്ടും പോഷകം ഒന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് ജങ്ക് ഫുഡ്സ് അല്ലെ, പിസ്സ, ബർഗർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം ഇന്ന് സാങ്കേതികമായി നമ്മൾ ഒരുപാട് പുരോഗമിച്ചിരിക്കുകയാണ്. എത്ര വലിയ ഹോട്ടലിലെ ഭക്ഷണം പോലും നമ്മൾക്ക് വിരലൊന്ന് ഞൊടിച്ചാൽ, നമ്മുടെ മൊബൈൽ ഒന്ന് അമർത്തിയാൽ തന്നെ നമ്മൾക്കത് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വീടുകളിലേക്ക് ലഭ്യമാക്കാവുന്ന വിദ്യയാണ് ഇന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ നമ്മൾക്ക് ആരോഗ്യം നൽകുന്നവയാണോ അതോ നമ്മളുടെ ആരോഗ്യം നശിപ്പിക്കുന്നവയാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതാണ് പലവിധ മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ പണ്ട് എപ്പോഴോ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത അതേ പേപ്പർ കഷ്ണം വെച്ചിട്ട് പിന്നെയും വർഷങ്ങളോളം പല വിധത്തിലുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരിക്കുന്നത് വഴി പലതരത്തിലുള്ള സങ്കീർണ ഫലങ്ങൾ, സൈഡ് എഫക്ട്സ് ആണ് കണ്ടുവരുന്നത്. മദ്യപാനം, പുകവലി നമ്മളുടെ മുഴുവൻ അവയവങ്ങളെയും താറുമാറാക്കാൻ അധികം കെൽപ്പുള്ളതായിട്ടുള്ളതാണ് മദ്യപാനവും. അതേപോലെ തന്നെ പുകവലിയും മലിനമായിട്ടുള്ള ഒരു വായു ശ്വസിക്കുന്നത് വഴി, പിന്നെ ഉറക്കം കൃത്യമല്ലാത്ത രീതിയിൽ നടക്കുന്നത് വഴി. നമ്മൾക്കറിയാം, ഉറക്കം ഒന്ന് കൃത്യമല്ലാത്ത രീതിയിൽ നടക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം നമ്മൾ മുഴുവൻ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു അൺസ്റ്റേബിൾ ആയിരിക്കും അല്ലെ, ഒരു സ്ഥിരതയില്ലാത്ത പോലെ, ഒരു ഊർജ്ജക്കുറവാണ് അനുഭവപ്പെടുന്നത്. എപ്പോഴും ഒരു ഉറക്കച്ചടവ് ഉണ്ടാകും. അപ്പൊ അതാണ് ഉറക്കം കൃത്യമല്ലാത്ത രീതിയിൽ ഉണ്ടാകുമ്പോൾ നടക്കുന്നത്. ഇൻആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാര് ഇന്നാണെങ്കിലോ ഒട്ടും വ്യായാമം ചെയ്യുന്നില്ല അല്ലെ. ആൾക്കാർക്ക് ഒരുപാട് വണ്ടികളാണ് ഉള്ളത് സ്വന്തമായിട്ട്. അതുകൊണ്ട് തന്നെ വീടിന്റെ മുറ്റത്ത് തൊട്ടടുത്ത കടയിൽ പോവാനാണെങ്കിൽ പോലും വണ്ടിയിലാണ് പോകുന്നത്. അപ്പം നടക്കുന്നത്, വ്യായാമം എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇപ്പം
ഒട്ടും ചെയ്യാൻ തന്നെ ഒന്നിനും സമയമില്ല ആൾക്കാർക്ക് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത കടയിൽ പോലും പോകുന്നത് വണ്ടി എടുത്തിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ ഒട്ടും വ്യായാമം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പലവിധ മാലിന്യങ്ങൾ കൊഴുപ്പും ഒക്കെ അടിഞ്ഞുകൂടി പല വിധത്തിലുള്ള വ്യാധികളാണ് മനുഷ്യനെ ബാധിക്കുന്നത്. വെള്ളത്തിന്റെ അംശം കുറയുമ്പോൾ നമ്മളുടെ മാലിന്യങ്ങളൊക്കെ കോൺസെൻട്രേഷൻ കൂടിയിട്ട് അത് പലതരത്തിൽ ബ്ലഡിലൊക്കെ രക്തത്തിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് പല വിധത്തിലുള്ള വ്യാധികളായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. മാരകങ്ങളായിട്ടുള്ള വിഷങ്ങളൊക്കെ തളിച്ചു വരുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് മൂലം ആ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ശരീരത്തിലേക്കാണ് എത്തുന്നത്. അതുവഴി നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ ഹനിക്കുകയാണ് അത് ചെയ്യുന്നത്. മൊബൈൽ റേഡിയേഷൻ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു 95 ഫ്രീ റാഡിക്കൽസിന്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പൊ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൊബൈൽ റേഡിയേഷൻ വഴി നമ്മളുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് കുറച്ചുകൂടി അമിതമായിട്ടുള്ള രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. പല ആൾക്കാരും ഉറങ്ങുമ്പോഴും അല്ലെ ഒക്കെ തലയണേന്റെ അടിയിലാണ് ഈ മൊബൈൽ ഫോൺ വെച്ചിട്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്കടക്കം അറിയാം, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഒരു കാർട്ടൂണും ഇട്ട് ഫോൺ അങ്ങ് കൊടുക്കും കയ്യിൽ അല്ലെ. രാത്രിയൊക്കെ കുട്ടികൾ ഈ ഫോണും നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കുട്ടി ഒന്ന് കരഞ്ഞാൽ തന്നെ മൊബൈൽ ഫോൺ കുഞ്ഞിന്റെ കയ്യിൽ വെച്ചു കൊടുക്കും. അപ്പൊ കരച്ചിൽ നിന്നു കൊച്ചു സമാധാനമായിട്ട് ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ കാര്യം ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നമ്മൾ രോഗത്തിന്റെ കൂമ്പാരത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്നുള്ള സത്യം പലരും മനസ്സിലാക്കുന്നില്ല. ആ കുറച്ചു നേരത്തേക്കുള്ള ആ ഒരു ആശ്വാസത്തിന് വേണ്ടി മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ മൊബൈൽ ഫോണിനോട് അഡിക്റ്റ് ആവുകയും അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ണിനും നടുവിനും ഒക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അത് ഉണ്ടാകുന്നത്. ബ്രെയിനിന് പോലും അത്ര ചെറിയ പ്രായത്തിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബ്രെയിനിന്റെ വളർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ മൊബൈൽ അവരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ റേഡിയേഷനും ഒക്കെ അടിച്ചിട്ട് അവരിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അടുത്തതാണ് സൂര്യാഘാതം മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി പല വിധത്തിലുള്ള മാലിന്യങ്ങൾ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ടും നമ്മളുടെ മെറ്റബോളിസം ദഹനമൊന്നും കൃത്യമായിട്ട് നടക്കാത്ത പക്ഷം മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഇന്ന് കാണുന്നത്. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്താണ് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം? നമ്മൾ നല്ലൊരു ഭക്ഷണ രീതി, നല്ലൊരു പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ രോഗങ്ങളുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ശക്തി നമ്മളുടെ ശരീരത്തിന് ലഭിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പോഴാണ് ഹിപ്പോക്രാറ്റസ്, ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം പറഞ്ഞതാണ് നമ്മളുടെ ഭക്ഷണമാകട്ടെ നമ്മളുടെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന്. ഇത് അദ്ദേഹം പറയുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾ മുൻപെയാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആയുർവേദത്തിലെ ആചാര്യൻ പറഞ്ഞിട്ടുള്ളതാണ് മഹാഭേഷജം, അതായത് ഏറ്റവും വലിയ ഔഷധം, ഉത്തമ ഔഷധം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണമാണ് എന്ന്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ നമ്മൾ പിന്നെയും മരുന്നോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിന് തന്നെ മെക്കാനിസം ഉണ്ട് രോഗത്തെ പ്രതിരോധിക്കാനായിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ട വളം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അതിന്റെ ഊർജം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ഈ പറയുന്ന വൈറസിനെയും ബാക്ടീരിയസിനെയും ഒക്കെ നശിപ്പിച്ച് ശരീരം നല്ല ഊർജ്ജസ്വലതയിലേക്ക് വരും. അപ്പം ഇന്ന് അത്തരത്തിലുള്ള ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റുമായിട്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് ഞാൻ ഇന്നിവിടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി പോകുന്നത്. അതാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. പ്രോട്ടീൻ പൗഡർ അല്ലെ. അപ്പൊ എന്താണ് പേരിലുണ്ട് അല്ലെ, പ്രോട്ടീൻസ് ആണ് ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ പറയുന്ന പ്രോട്ടീൻസ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണോ പ്രോട്ടീൻസ്? അല്ലെങ്കിൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ഈ പ്രോട്ടീൻസ് കാരണം പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്? ഇനി ശരീരത്തിൽ പ്രോട്ടീൻസ് ഇല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങളിലേക്കാണ് ഈ പ്രോട്ടീൻസിന്റെ അഭാവം നയിക്കുന്നത്? പിന്നെ ഈ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഈ പ്രോട്ടീൻസിന്റെ ഡെഫിഷ്യൻസി, പ്രോട്ടീൻസിന്റെ അഭാവം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യം തന്നെ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ബോഡി എന്ന് പറയാം. അതായത് നമ്മളുടെ ശരീരത്തിന്റെ അടിസ്ഥാനം,
അടിത്തറ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. നമ്മളുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾ ഒരുമിച്ചിട്ടാണ് ഓർഗൻസ്, അവയവങ്ങളായി ചേരുന്നത്. നമ്മളുടെ ശരീരത്തിലെ മസിൽസ്, നമ്മളുടെ ശരീരത്തിലെ ബോൺസ്, നമ്മളുടെ മുടി, നമ്മളുടെ നഖം, എല്ലാത്തിലും, നമ്മളുടെ സ്കിന്ന്, എല്ലാത്തിലും പ്രോട്ടീൻസിന്റെ പങ്ക്, അതിന്റെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻസിന്റെ പങ്ക് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. പ്രോട്ടീൻസ് ആണ് നമ്മളുടെ കോശത്തിന്റെയും അവയവങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ഇനി എന്താണ് അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസ് ആണ് നമ്മളുടെ ശരീരത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറഞ്ഞു. ഈ പ്രോട്ടീൻസിന്റെ അടിത്തറ എന്ന് പറയുന്നതാണ് അമിനോ ആസിഡ്സ്. അതായത് മനസ്സിലാക്കാനായിട്ട് ഉദാഹരണത്തിന് നമ്മൾക്കൊരു മാല എടുക്കാം, ഒരു മുത്തുകൾ കോർത്തിട്ടുള്ള ഒരു മാല. ആ മാലയായിട്ട് വരുന്നതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. മാലയാണ് പ്രോട്ടീൻ. അതിലെ ഓരോ മുത്തുകളെയും നമ്മൾക്ക് അമിനോ ആസിഡ്സ് ആയിട്ട് നമ്മൾക്ക് കോറിലേറ്റ് ചെയ്യാം. മുത്തുകളാണ് അമിനോ ആസിഡ്സ്. അവയുടെ ഇടയിലുള്ള നൂലാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ മുത്തുകളും അതുപോലെ തന്നെ അവയെ കോർത്തിണക്കാനായിട്ട് പെപ്റ്റൈഡ് ബോണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് മാല എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പൊ പ്രോട്ടീൻസിന്റെ ഏറ്റവും യൂണിറ്റ് എന്ന് പറയുന്നത്, അടിസ്ഥാനം, അടിത്തറ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. നമ്മൾക്ക് ഇനി 2 തരത്തിലുള്ള പ്രോട്ടീൻസ് ആണ് നമ്മൾക്ക് ഉള്ളത്. ഏതൊക്കെയാണ്? മാക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് 2 രീതിയിൽ ന്യൂട്രിയൻസിന് നമ്മൾക്ക് തരംതിരിക്കാം. പ്രോട്ടീൻസിനെ അല്ല, ന്യൂട്രിയൻസിന് നമ്മൾക്ക് തരംതിരിക്കാം. അതിൽ തന്നെ മാക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വലിയത്, ലാർജ് എന്ന അർത്ഥമാണ് മാക്രോ ന്യൂട്രിയൻസിന് വരുന്നത്. ലാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്നത് മാക്രോ ന്യൂട്രിയൻസിൽ വരുന്നത് നമ്മളുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള അളവിൽ നമ്മളുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പം അതേതൊക്കെയാണ്? പ്രോട്ടീൻസ്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. ഇത് 3 എണ്ണവുമാണ് നമ്മളുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള അളവിൽ അത്യാവശ്യമായിട്ടുള്ളത്. ഇനി മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചെറിയ അളവിൽ നമ്മളുടെ ശരീരത്തിന് വേണ്ടത്. ഏതൊക്കെയാണ്? വൈറ്റമിൻസും അതേപോലെ തന്നെ മിനറൽസുമാണ് ചെറിയ രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളത്. നമ്മളപ്പം അമിനോ ആസിഡ്സിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അപ്പം ഈ അമിനോ ആസിഡ്സിനെ തന്നെ നമ്മൾക്ക് 20 ആയിട്ട് തരംതിരിക്കാം. 21 ആയിട്ടുണ്ട്, പക്ഷെങ്കിലും സ്റ്റാൻഡേർഡ് ജനറ്റിക് കോഡ് വരുന്നത് 20 അമിനോ ആസിഡ്സ് ആണ്. അപ്പം ഈ 20 അമിനോ ആസിഡ്സിൽ തന്നെ നമ്മൾക്ക് 2 ആയിട്ട് തരംതിരിക്കാം. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും. അപ്പം എസെൻഷ്യൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ആണ് ഈ പറയുന്ന 9 എണ്ണം. അതെന്തുകൊണ്ടാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്? നമ്മളുടെ ശരീരത്തിൽ അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് കഴിവില്ല. അതുകൊണ്ട് അത് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. ല്യൂസിൻ, വാലൈൻ, ഐസോല്യൂസിൻ, ലൈസിൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 9 അമിനോ ആസിഡ്സ് ആണ് നമ്മളുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളതും നമ്മളുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതുമായിട്ടുള്ളത്. ഇനി നമ്മൾക്ക് പ്രോട്ടീൻസിനെ തന്നെ 2 ആയിട്ട് നമ്മൾക്ക് തരംതിരിക്കാം. കംപ്ലീറ്റ് പ്രോട്ടീൻ എന്നും ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്നും. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായത്, ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാലോ അപൂർണമായത്. അപ്പൊ പൂർണ്ണമായത് എന്ന് പറഞ്ഞാൽ എങ്ങനെ പൂർണ്ണമായത്? നമ്മൾ പറഞ്ഞു, ഇപ്പൊ 9 അമിനോ ആസിഡ്സ് ആണ് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ 9 അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനെയാണ് നമ്മൾ പൂർണ്ണമായത് അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് നമ്മൾ പറയുന്നത്. ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണെങ്കിലോ 9 എണ്ണം ഇല്ല, അതിന് പകരം 4, 3, 5 ഒക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ് മാത്രം അടങ്ങിയിട്ടുള്ളതാണ് ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഏതാണ്, നമ്മളുടെ ശരീരത്തിന് ഏതാണ് അത്യാവശ്യമായിട്ടുള്ളത്? കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് അല്ലെ? 9 എണ്ണവും നമ്മളുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഈ 9 എണ്ണവും പ്രദാനം ചെയ്യാനായിട്ട് കഴിയുന്നത് ഏതൊക്കെ ഫുഡാണ്? നമ്മളുടെ ആനിമൽ ഫുഡ്സ്, നമ്മൾ കഴിക്കുന്ന മീന്, അതുപോലെ തന്നെ ഇറച്ചി, മുട്ട, സോയ് ഒക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉള്ളത്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എപ്പോഴും കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ചോറ്, നമ്മൾ കഴിക്കുന്ന ഗോതമ്പ്, നമ്മൾ കഴിക്കുന്ന നെറ്റ്സ്, പച്ചക്കറിയിലൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള 9 എണ്ണത്തിൽ കേവലം ഒരു 3, 4, 5 ഒക്കെ അമിനോ ആസിഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് വേണ്ടത് എന്താണ്? നമ്മൾക്ക് വേണ്ടത് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഇന്നും നമ്മളെ ഭക്ഷണത്തില് മുട്ടയും ഇറച്ചിയും മീനും ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റാത്തവരായിട്ടുണ്ട്. അപ്പൊ അവരുടെയും ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിൽ പ്രാധാന്യം നൽകേണ്ടേ? വേണം അല്ലെ? അപ്പം അത്തരത്തിൽ
ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഈ പറയുന്ന പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഒന്നുകൂടി നമ്മൾ പറഞ്ഞു ഇനിയിപ്പം പ്രോട്ടീൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി അല്ലെ. ഇനി പ്രോട്ടീൻസ് നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഡിഫൻസ് അല്ലെങ്കിൽ രോഗപ്രതിരോധം. സഞ്ചാരവാഹകനാകുന്നതിലും സഹായിക്കുന്നതാണ് പ്രോട്ടീൻസ്. കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നതാണ്, സ്റ്റോറേജിന് സഹായിക്കുന്നതാണ്, പലവിധ എൻസൈംസിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നതാണ്, സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രോട്ടീൻസ്. നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ പറഞ്ഞിട്ടുള്ള 6 എണ്ണത്തിനെയും പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം ഡിഫൻസ് എന്ന് പറയുന്നത് അല്ലെ. ഡിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ രോഗപ്രതിരോധം വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മളുടെ ശരീരം 24 മണിക്കൂറും, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു 24 മണിക്കൂറും നമ്മളുടെ ശരീരം വളരെ വിജിലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആരെങ്കിലും അറ്റാക്ക് ചെയ്യാനായിട്ട് പുറമേ നിന്ന് ഫോറിൻ ബോഡീസ് പുറമേ നിന്നും ആരെങ്കിലും കയറുന്നുണ്ടോ എന്നൊക്കെ ഭയങ്കര വിജിലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആന്റിജൻ അല്ലെങ്കിൽ വൈറസോ ബാക്ടീരിയാസോ എന്തെങ്കിലും കയറുമ്പോൾ നമ്മളുടെ ശരീരം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പം ഈ ആന്റിബോഡീസ് എന്ന് പറയുന്നത് ശരിക്കും അത് എന്താണ് വലിയൊരു വൈ ഷേപ്ഡ് പ്രോട്ടീൻ ആണ് ഈ പറയുന്ന ആന്റിബോഡീസ് എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള ആന്റിബോഡീസ് ഉണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയും. IgG, IgA, IgM, IgE എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ പ്രോട്ടീൻസ് ആണ്. ഈ ആന്റിബോഡീസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ഈ ഓരോന്നിനും IgA, IgM, IgG, IgE എന്ന് പറയുന്ന ഇവ ഓരോന്നിനും ഓരോ കർമ്മങ്ങളാണ് ശരീരത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ചിലത് അലർജി ആവുന്നതിനെ ഏറ്റുമുട്ടാനായിട്ടുള്ളതാണ്, ബാക്ടീരിയാസ് കയറുന്നതിനെ ഏറ്റുമുട്ടാനായിട്ടുള്ളതാണ്. അങ്ങനെ പല വിധത്തിലുള്ള കർമ്മങ്ങളാണ് ഇവ ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ആന്റിബോഡീസിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻസിന്റെ അഭാവത്തിൽ എന്ത് നടക്കും? നമ്മൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുമോ? ആന്റിബോഡീസ് കൃത്യമായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുവോ? ഒരിക്കലും ഇല്ല അല്ലെ. അടുത്തത് രണ്ടാമത്തേതാണ് കമ്മ്യൂണിക്കേഷന്. അതായത് എന്താണ് ഒരു കോശങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നതിലും പങ്ക് വഹിക്കുന്നതാണ് നമ്മളുടെ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഇൻസുലിന്റെ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഇൻസുലിൻ എന്താണ് നമ്മളുടെ ശരീരത്തിൽ? ഇൻസുലിന്റെ കർമ്മം എന്താണ്? ഡൈബ ലൈഫ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ഇൻസുലിൻ എന്താണ്? ഒരു കീ ആണ്, ഒരു താക്കോല് പോലെയാണ് നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രക്തത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ് ആയിട്ട് അല്ലെ രക്തത്തിൽ ഗ്ലൂക്കോസ് ആയി നിൽക്കുമ്പോൾ ആ ഗ്ലൂക്കോസിനെ ഓരോ കോശങ്ങളിലേക്കും ഓരോ അവയവങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള കർമ്മമാണ്. അതായത് ഒരു താക്കോല് പോലെ തുറന്നിട്ട് നമ്മളത് ആ പിക്ചറും വീഡിയോ ഒക്കെ കണ്ടതാണ്. ഒരു താക്കോല് പോലെ പ്രവർത്തിച്ചിട്ട് അകത്തേക്ക് കടത്തുക എന്നുള്ള ഈ പറയുന്ന ഗ്ലൂക്കോസിനൊക്കെ അകത്തേക്ക് കടത്താനായിട്ട് സഹായിക്കുന്നതാണ് ഇൻസുലിൻ. എപ്പോഴൊക്കെ രക്തത്തില് അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിന്റെ അളവ് ഉണ്ടാകുന്നു അപ്പോഴൊക്കെ നമ്മളുടെ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇൻസുലിൻ എന്ന് പറയുന്നതും ഒരു പ്രോട്ടീൻ ആണ്, ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ചെയിൻ ആണ്. വലിയൊരു പ്രോട്ടീൻ ചെയിൻ ആണ്. 51 അമിനോ ആസിഡുകൾ ചേരുന്നതാണ് ഒരു ഇൻസുലിൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. 51 അമിനോ ആസിഡ്സ് ആണ് ഒറ്റൊരു ഇൻസുലിൻ മോളിക്യൂൾ. അപ്പൊ എത്ര അമിനോ ആസിഡ്സ് ആണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്? അപ്പൊ അമിനോ ആസിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോട്ടീൻസിന്റെ ഘടകമാണ് അല്ലെ, ആ ഒരു യൂണിറ്റ് ആണ്, സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പം പ്രോട്ടീൻസിന്റെ അഭാവത്തിൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് വരുമോ? ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ഇനി എൻസൈംസ് എന്ന് പറയുന്നത്, എൻസൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയാൻ പറ്റും. അതായത് നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നത്. ആ റിയാക്ഷൻസിന്റെ ഒക്കെ സ്പീഡ്, വേഗത ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പം പല വിധത്തിലുള്ള എൻസൈംസുകളാണ് നമ്മളുടെ ശരീരത്തിൽ ഉള്ളത്. നമുക്കൊരു ഉദാഹരണത്തിന് എടുക്കാം. നമ്മളിപ്പോ ഒരു ചോറിന്റെ ഒരു ഉരുള, ഒരു പയറും ഒരു കടലക്കറിയും ഒരു കടലയും പിന്നെന്താണ് ഒരു ഇറച്ചി അല്ലെങ്കിൽ ഒരു മീൻ കഷ്ണവും കൂടി വെച്ചിട്ട് നമ്മൾ ഉരുട്ടി നമ്മൾ വായിലേക്ക് ഇടുകയാണ്. അപ്പൊ നമ്മൾ ആ ചോറിന്റെ ഉരുളയിൽ എന്തൊക്കെയുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്,
ഫാറ്റ് ഉണ്ട് അല്ലെ, ഇറച്ചി അല്ലെങ്കിൽ മീനിന്റെ കഷ്ണം എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. കടല പ്രോട്ടീൻസ് ആണ്. ചോറ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ അത് നമ്മൾ ഉരുട്ടി വായിലേക്ക് ഇടുമ്പോൾ അതിന്റെ ഡൈജഷൻ അല്ലെങ്കിൽ അതിന്റെ പാചനം, അതിന്റെ ദഹനം നമ്മളുടെ വായിൽ വെച്ച് തന്നെയാണ്. അതിന്റെ പ്രാഥമികമായിട്ട് അതിന്റെ ആരംഭഘട്ടം നമ്മളുടെ വായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഉമിനീരിലുള്ള എൻസൈമാണ്. 2 എൻസൈമാണ് ഉള്ളത്, ലിപ്പേസും അതേപോലെ തന്നെ അമൈലേസ് എന്ന് പറയുന്ന എൻസൈമാണ് നമ്മളുടെ എന്തിലുള്ളത്, ഉമിനീരിലുള്ളത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ പാചനം അല്ലെങ്കിൽ ദഹനം എന്നുള്ള കർമ്മത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. ഈ കാർബോഹൈഡ്രേറ്റിനെ ചെറിയ ചെറിയ ഘടകങ്ങളായിട്ട്, കണികകളായിട്ട് വേർതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് എൻസൈം എന്ന് പറയുന്നത്. ഇനി പ്രോട്ടീൻസിന്റെ കാര്യം. പ്രോട്ടീൻസിൻ്റെതാണെങ്കിൽ നമ്മളുടെ ആമാശയത്തിൽ എത്തിയിട്ട് പ്രോട്ടീസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് പ്രോട്ടീൻസിന്റെ ദഹനത്തിന് സഹായിക്കുന്നത്. അപ്പൊ പല വിധത്തിലുള്ളതാണ് ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള എൻസൈംസ്. അപ്പൊ എന്തിനാണ്? നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ചെറിയ കണികകളാക്കിയിട്ടുള്ള വിഘടനത്തിന് സഹായിക്കുന്നതാണ് ഈ എൻസൈം എന്ന് പറയുന്നത്. ഈ എൻസൈംസ് നമ്മളുടെ ശരീരത്തിൽ, എൻസൈംസ് എന്ന് പറയുന്നതും ഒരു പ്രോട്ടീൻസ് തന്നെയാണ്. പ്രോട്ടീൻസിനാലാണ് എൻസൈംസ് ഉണ്ടാകുന്നത്. അതിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് പ്രോട്ടീൻസ് ആണ്. ഇനി എൻസൈംസ് നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഇല്ലെങ്കിലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുവോ? അത് ദഹിച്ച് ഊർജ ഉൽപാദനമായിട്ട് നടക്കുവോ? ഒരിക്കലും ഇല്ല അല്ലെ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റോറേജ്. നമുക്ക് ട്രാൻസ്പോർട്ട് നോക്കാം. ട്രാൻസ്പോർട്ടിന് വേണ്ടി സഹായിക്കുന്നത്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാഹകൻ. വാഹകൻ എന്ന് പറയുമ്പം എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മളുടെ ഹീമോഗ്ലോബിൻ അല്ലെ. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജനെ ലങ്സിൽ നിന്നും ബാക്കി ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള അവയവങ്ങളിലെയും ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് നമ്മളുടെ രക്തമാണ് എന്നുള്ളത് നമുക്കറിയാം. രക്തത്തിലെ എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ ആണ്. നമ്മളുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആകുന്ന പ്രോട്ടീൻ ആണ് നമ്മളുടെ ഓക്സിജനെയും വഹിച്ചുകൊണ്ട് എല്ലാ അവയവങ്ങളിലേക്കും എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്നത്. ഒരു ബസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ട്രക്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഓരോ സ്ഥാനങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട് അല്ലെ. അതേപോലെ ഓരോ സ്ഥാനങ്ങളിലേക്കും എത്തിക്കുന്ന ബസ് എന്ന് പറയുന്നത് നമുക്ക് ഹീമോഗ്ലോബിനെ എടുക്കാം. അപ്പൊ ഹീമോഗ്ലോബിനിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഈ ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വാഹകൻ എന്നുള്ള ഒരു കർമ്മം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറേജ്, പലതിന്റെയും ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട്. പലതും നമ്മളുടെ ശരീരം ഇപ്പം എക്സസ് ആയിട്ട് ശരീരത്തിന് വേണ്ട അളവിൽ അധികമായിട്ടാണ് ഉള്ളത് എങ്കിൽ അതിന്റെയൊക്കെ നമുക്കിപ്പോ ശരീരത്തിന് ആവശ്യമില്ല, എന്നാൽ ഭാവിയിൽ ആവശ്യം വരും. അത്തരത്തിലുള്ളത് നമ്മൾ സൂക്ഷിച്ചു വെക്കും അല്ലെ. ഭാവിയിൽ എപ്പം വേണമെങ്കിലും ആവശ്യമാകാം എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ സൂക്ഷിച്ചു വെക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് നമ്മളുടെ ഫെറിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഫെറിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്ലഡിലുള്ള പ്രോട്ടീൻ ആണ്. എന്തിനാണ് അതിന്റെ കർമ്മം? ഫെറിറ്റിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ രക്തത്തിൽ ഇപ്പം അമിതമായിട്ടുള്ള അയണ്, ഇരുമ്പിന്റെ അംശം എത്തുകയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഫെറിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിൽ. അപ്പം ഈ ഫെറിറ്റിൻ എപ്പോഴൊക്കെ നമ്മളുടെ ശരീരത്തിൽ ഇനി അയണിന്റെ അഭാവം നടക്കുന്നുവോ അപ്പോഴൊക്കെ ഈ സ്റ്റോർ ചെയ്ത് വെച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫെറിറ്റിനിൽ നിന്നും അയൺ എടുത്തിട്ട് ശരീരത്തിന്റെ ആവശ്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ തന്നെയാണ് ഫെറിറ്റിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റും നമ്മൾ അനീമിക് ആയിട്ടുള്ള ആൾക്കാരിൽ, അതായത് ശരീരത്തിൽ രക്തത്തിന്റെ അംശം കുറയുന്നവരിൽ നമ്മൾ ഫെറിറ്റിൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഫെറിറ്റിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫെറിറ്റിൻ, ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അയണ് കുറവാണ് എങ്കിൽ അതും ഒരു കാരണമാണ്. എന്ത്? ആളുടെ ശരീരത്തിൽ അയണിന്റെ ഉൽപാദനം കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത്. ഇനി അടുത്തതാണ് സ്ട്രക്ചർ. നമ്മളുടെ ആകൃതി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്താണ്? നമ്മളുടെ മസിൽസും അതുപോലെ തന്നെ നമ്മളുടെ ബോൺസും ആണ് അല്ലെ. നമ്മൾക്ക് ആകൃതി, ഇപ്പൊ ഈ ഒരു കൈയിനൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ്, ആകൃതി തരുന്നത് എന്താണ്? കയ്യിലുള്ള ബോണും ഉണ്ട്, അതേപോലെ തന്നെ മസിൽസും ഒക്കെയാണ് നമ്മൾക്ക് ആ ഒരു ഷേപ്പ് തരുന്നത്. ഈ മസിൽസിൻ്റെത് എന്ന് പറഞ്ഞാൽ മസിൽസിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒന്നാണ് പ്രോട്ടീൻസ്. വളരെയധികം അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതിനൊരു ഉദാഹരണം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പലരും വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, ജിമ്മിലൊക്കെ പോയിട്ട് ബൈസെപ്സിനൊക്കെ കൂടി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട്. എന്തിനാണ് പ്രോട്ടീൻ പൗഡർ അവർ കഴിക്കുന്നത്? ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മസിൽസിന്റെ മാസ് കൂടാനും അല്ലെങ്കിൽ മസിൽസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതിലുണ്ടാകുന്ന വർധനവിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പൊ മസിൽസിന്റെയും സഹായിക്കുന്നതാണ് പ്രോട്ടീൻസ്. ഇനി ബോൺസിന്റെ കാര്യം. ബോൺസിന്റെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തിന് ഈ പ്രോട്ടീൻസ് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണോ? നമുക്കറിയാം കാൽഷ്യം
എല്ലുകൾക്ക് വേണം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ചുമര് അല്ലെങ്കിൽ ഒരു ഭിത്തി നമ്മൾ ഉണ്ടാക്കുകയാണ് എന്ന് വിചാരിക്കും. നമ്മൾ വെറുതെ കുറച്ച് ഇഷ്ടിക എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ഒരു ചുമര്. അപ്പൊ അങ്ങനെ വെറുതെ ഇഷ്ടികകൾ മാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് ഒരു ചുമര് ഉണ്ടാക്കാൻ പറ്റുമോ? അത് എത്ര കാലം അത് നിൽക്കും? ഒന്ന് തള്ളിയിട്ടാലൊക്കെ അത് വീഴത്തില്ലേ? അപ്പം ആ ഇഷ്ടികയിൽ നമ്മൾ സിമെന്റും കൂടി ചേർത്ത് വെക്കുകയാണെങ്കിലോ അതിന് നല്ല ഉറപ്പും കിട്ടി, നല്ല ബലവും കിട്ടി അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മളുടെ എല്ലിന്. നമ്മളുടെ എല്ലുകളിൽ 80% കാൽഷ്യമാണ് ആവശ്യമെങ്കിൽ 20% നമ്മളുടെ എല്ലുകൾക്ക് പ്രോട്ടീനും കൂടി ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ ഉണ്ടാകുന്നതായിട്ടുള്ള തേയ്മാനങ്ങളും ഒക്കെ ചെറുത്ത് നിർത്താനായിട്ട് സഹായിക്കുന്നത് പ്രോട്ടീനാണ്. ഇനി കണ്ണിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ റോഡോപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ റോഡോപ്സിന്റെ കർമ്മം എന്താണ്? പേര് ഓർക്കണ്ട, കണ്ണിലുള്ള ഒരു പ്രോട്ടീൻ എന്ന് ഓർത്താൽ മതി. അപ്പൊ കണ്ണിലുള്ള പ്രോട്ടീനിന്റെ കർമ്മം എന്താണ്? നമ്മളുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കാഴ്ച ശക്തി നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് നമ്മളുടെ കണ്ണിലുള്ള റോഡോപ്സിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ എന്താണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? നമ്മളുടെ തല മുതൽ കാല് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അല്ലെ, ശരീരത്തിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. അപ്പൊ പ്രോട്ടീൻസ് ഇല്ലെങ്കിലോ ഈ കർമ്മങ്ങൾ ഒന്നും തന്നെ നടക്കില്ല അല്ലെ, ഇതൊക്കെ താറുമാറാകും അല്ലെ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം എന്തൊക്കെ പ്രോബ്ലംസ്, എന്തൊക്കെ രോഗങ്ങളിലേക്കാണ്, രോഗാവസ്ഥകളാണ് പ്രോട്ടീൻസിന്റെ അഭാവത്തിലേക്ക് ഉണ്ടാവുക എന്നുള്ളത്. ആദ്യം തന്നെ ഫുഡ് ക്രേവിങ്സ്, അമിതമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു തോന്നല്. എന്തുകൊണ്ടാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും വിശപ്പ് വന്നുകൊണ്ടേയിരിക്കും ആൾക്കാർക്ക്. കാരണം നമ്മളെ ബ്രെയിന് അത് നോക്കുമ്പോഴത്തേക്കും പ്രോട്ടീൻസ് എത്തിയിട്ടില്ല. അപ്പൊ ബ്രെയിൻ അതിലെ സിഗ്നൽ കൊടുക്കും വിശപ്പ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെയും ഈ മനുഷ്യന് കഴിക്കുന്നത് പ്രോട്ടീൻസ് ഒന്നും ഇല്ലാത്ത ഭക്ഷണമാണെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഫുഡ് ക്രേവിങ്സ്, അമിതമായിട്ടുള്ള ഒരു വിശപ്പ്, ഭക്ഷണം വേണം എന്നുള്ള ഒരു ആഗ്രഹം മനുഷ്യനിൽ ഉണ്ടാവുന്നു. രണ്ടാമത്തേതായിട്ടുള്ളതാണ് മസിൽസ്, ജോയിന്റ് പെയിൻസ്. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു അല്ലെ, മസിൽസിന്റെയും എല്ലിന്റെയും ഒക്കെ വളർച്ചയ്ക്കും അതിന്റെ ശക്തിക്കും ഒക്കെ നൽകുന്നത് പ്രോട്ടീൻസ് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ അഭാവത്തിൽ എന്ത് സംഭവിക്കും? എല്ലാ സന്ധികളിലും വേദന ഉണ്ടാകും, കഴുത്തിലെ വേദന ഉണ്ടാകും, നടുവേദന ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. എല്ല് തേയ്മാനമൊക്കെ വളരെ വേഗതയിലാണ് നടക്കുക. അടുത്തതായിട്ടുള്ളതാണ് നമ്മളുടെ ഹെയറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഹെയറിന്റെ നമ്മളെ മുടിയുടെ ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് പ്രോട്ടീൻസ്. ഇത് പറയുമ്പോഴാണ് ഈ അടുത്ത് ഒരാഴ്ച മുന്നെയാണ് ഒരു കുട്ടി, 26 വയസ്സുള്ള ഒരു പെൺകുട്ടി നമ്മളുടെ ഹോസ്പിറ്റലിൽ വന്നത്. അപ്പൊ ആ കുട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചില്, അസഹ്യമായിട്ടുള്ള ഒരു മുടി കൊഴിച്ചില്, മുടി വളരുന്നേ ഇല്ല, അതേ ലെവലിൽ നിൽക്കുകയാണ്. ചെറിയ മുടിയാണ്, അതേ ലെവലിൽ നിൽക്കുകയാണ്. കുട്ടി പുറമെയൊക്കെ ഒരുപാട് ഓയിൽസ് അപ്ലൈ ചെയ്തു, അകത്തേക്ക് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു. പക്ഷെ ഒന്നും, എന്നിട്ടോ കുറെ ഓയിലൊക്കെ തേച്ചു, അപ്ലൈ ചെയ്തു, മസാജ് ചെയ്തു, എന്നിട്ടൊന്നും മുടി വളരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമായിട്ടാണ് ഈ കുട്ടി പറയുന്നത്. അപ്പൊ ഈ കുട്ടിയെ നോക്കുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 43 കിലോ മാത്രമാണ് ആ കുട്ടിയുടെ വെയിറ്റ്. വളരെ മെലിഞ്ഞ് ഉണങ്ങിയ ഒരു കുട്ടി. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെയും കുറെ ഓയിലും ഷാമ്പുവും ഒക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല അല്ലെ. ഈ കുട്ടിക്ക് എന്താണ് അവിടെ ആവശ്യമായിട്ടുള്ളത്? പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണമാണ്. അപ്പം ആ കുട്ടിയുടെ ഡയറ്റ് ചോദിച്ചപ്പോൾ എന്താണ്? ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സമയമില്ല, സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒന്നും ആരോഗ്യം ശ്രദ്ധിക്കാതിരുന്ന മുടി വളരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ടോ? ഇല്ല. ആദ്യം വേണ്ടത് എന്താണ്? പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരമാണ് കഴിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മളുടെ മുടിന്റെയും എല്ലിന്റെയും ഒക്കെ വളർച്ചയ്ക്കുള്ള സാധനങ്ങൾ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും. ഇല്ലാത്ത പക്ഷം പുറമെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാരി തേച്ച് അപ്ലൈ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അകത്തെ കർമ്മം കൃത്യമായിട്ടുള്ള പോഷകം കിട്ടുന്നില്ല എങ്കിൽ. അതാണ് ഹെയറിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ. പേര് ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. ഹെയറിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഒരു പ്രോട്ടീൻ ആണ് എന്ന് ഓർത്താൽ മതി. ഇനി നമ്മുടെ സ്കിന്ന് വളരെയധികം ഗ്ലോ ആവാനും പ്രായമൊന്നും തോന്നിക്കാത്ത രീതിയിൽ, ചുക്കും ചുളിവും ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്രിവെന്റ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സ്കിന്നിലുള്ള കൊളാജനും അതേപോലെ തന്നെ ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രോട്ടീൻസ്. ഇതിന്റെ അഭാവത്തിലാണ് എന്താണ് വാർദ്ധക്യത്തിൽ എന്ന പോലെ സ്കിന്നൊക്കെ ചുക്കി ചുളിഞ്ഞ് ആ ഒരു ഗ്ലോ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് കാണുന്നത്. അപ്പൊ സ്കിന്നിന്റെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിലും എന്തിന്റെ ആവശ്യമുണ്ട്? പ്രോട്ടീൻസിന്റെ ആവശ്യമുണ്ട്. പലർക്കും ഉള്ള പ്രശ്നമാണ് നഖം പൊട്ടി പോകുന്നത്, നഖം വളരുന്നില്ല എന്നുള്ളത്. അവിടെയും എന്തിന്റെ ആവശ്യമാണ് ഉള്ളത്?
പ്രോട്ടീൻസിന്റെ അഭാവത്തിലാണ് ഈ പറയുന്ന നഖമൊക്കെ പൊട്ടിയിട്ട് പോകുന്നത്. പിന്നുള്ളതാണ് ഫ്ലൂയിഡ് റിട്ടൻഷൻ. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ആൾക്കാരിലും മെലിഞ്ഞുണങ്ങിയ ആൾക്കാരായിരിക്കും, പക്ഷെ ഭയങ്കരത്തിൽ നീർക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്, ശരീരം ഒട്ടാസകലം. ഒരുപാട് പേഷ്യൻസ് വന്ന് പറയുന്ന കംപ്ലൈന്റ് ആണ്, സ്ഥിരമായി പറയുന്ന കംപ്ലൈന്റ് ആണ്, ഡോക്ടറെ മുഖമൊക്കെ വീർത്ത് വരുന്നു, രാത്രി വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര നീർക്കെട്ടാണ്, ശരീരം ഒട്ടാസകലം ഉണ്ടാകുന്നത്. ഇത് പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് പ്രോട്ടീൻസിന്റെ അഭാവം മൂലമാണ്. നമ്മളുടെ രക്തത്തിലുള്ള ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രോട്ടീനാണ് രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു പ്രോട്ടീനാണ് നമ്മളുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. അപ്പം ഈ ആൽബുമിൻ എന്ന് പറയുന്ന ആ ഒരു രക്തത്തിലുള്ള ആ ഒരു പ്രോട്ടീൻ കൃത്യമായിട്ട് നമ്മളുടെ രക്തത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ രക്തം ഓരോ ഭാഗങ്ങളിലേക്കായിട്ട് ഓരോ കോശങ്ങളിലും ഓരോ അവയവങ്ങളിലും പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഈ കോശങ്ങളുടെ അകത്തേക്ക് കയറാതെ പുറത്ത് തന്നെ വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കും. അപ്പോഴാണ് പുറമെ എന്താണ് പിറ്റിംഗ് എഡിമ, നോൺ പിറ്റിംഗ് എഡിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കണ്ടാൽ അറിയാം, നമ്മളിങ്ങനെ ആ ഒരു നീർക്കെട്ടിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വിരൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഭാഗം താഴ്ന്നു പോവും, പിന്നെ പൊങ്ങി വരും. അതെന്താണ്? ആ നീർക്കെട്ടാണ് അല്ലെ, നീരാണ് അവിടെ ഉള്ളത്. അതും രണ്ട് തരത്തിലുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അടിയിലേക്ക് പോവാതെ പ്രസ് ആവാതിരിക്കുന്നതുണ്ട്, അതേപോലെ ഹാർഡ് ആയിട്ടിരിക്കുന്നതുണ്ട്. ഈ പറയുന്ന നമ്മളുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമാക്കി കൊണ്ടുപോകുന്നതിലും സഹായിക്കുന്നത് എന്താണ്? പ്രോട്ടീൻസ് ആണ്. പല ആൾക്കാർക്കും കണ്ടിട്ടുണ്ട് പെട്ടെന്ന് അസുഖം വരുവാണ്. എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ആന്റിബോഡീസിന്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ആന്റിബോഡീസിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതാണ് പ്രോട്ടീൻസ്. അപ്പൊ പ്രോട്ടീൻസ് ഇല്ല, ആന്റിബോഡീസ് ഇല്ല, അപ്പൊ പിന്നെ ആൾക്ക് എപ്പോഴും എന്താണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരില്ലേ? എപ്പോഴും ജലദോഷം വരും, എപ്പോഴും തുമ്മൽ വരും, എപ്പോഴും പനി വരും, വയറെപ്പോഴും അപ്സെറ്റ് ആയിരിക്കും. അപ്പൊ അത് നേരെ കൊണ്ടുപോകുന്നതിലും എന്തിന്റെ പങ്കുണ്ട്? പ്രോട്ടീൻസിന്റെ പങ്കുണ്ട്. പിന്നെ കാഴ്ചശക്തി നമ്മൾ പറഞ്ഞു, കാഴ്ചയ്ക്ക് സഹായിക്കുന്നതായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓരോ അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും മെല്ലെയാണ് ആ അസുഖങ്ങളിൽ നിന്നുമുള്ള ആ ഒരു മോചനം എന്ന് പറയുന്നത്. ഇപ്പൊ കയ്യിൽ തന്നെ ഒരു മുറിവ് വന്നു, ആ മുറിവ് ഉണങ്ങാനായിട്ട് കുറേ കാലങ്ങൾ എടുക്കുകയാണ്. ഒരു രോഗവും ഇല്ലാത്ത വ്യക്തിയിൽ കുറേ കാലങ്ങൾ എടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ മുറിവ് ഉണങ്ങുന്നതിനും മുറിവ് വരുമ്പോഴത്തേക്കും ആ ഒരു സ്കിന്ന് കൂടിച്ചേരാനും ഒക്കെ സഹായിക്കുന്നത് ഒക്കെ പ്രോട്ടീനാണ്. അപ്പൊ പ്രോട്ടീൻസിന്റെ അഭാവത്തിൽ മുറിവ് ഉണങ്ങാനും കുറെ സമയം എടുക്കും. ഇനി അടുത്തതായിട്ടുള്ളതാണ് രാത്രിയിലെ ഉറക്കമൊന്നും കൃത്യമായിട്ട് വരാതിരിക്കുന്നത്. നമ്മളുടെ ഉറക്കത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉൽപാദനത്തിൽ സഹായിക്കുന്നതാണ് അമിനോ ആസിഡ് ആണ്, ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്സ്. അപ്പൊ ആ പ്രോട്ടീൻ കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഉറക്കം ഉണ്ടാവുമോ നമുക്ക്? ഇല്ല, വേറെ ഒരു പ്രശ്നവും, സ്ട്രെസ് ഇല്ല, വേറെ ഒരു രോഗവും ഇല്ല, ഒന്നുമില്ല, പക്ഷെ രാത്രിയിൽ ഉറക്കമില്ല. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താണ്? പ്രോട്ടീൻസിന്റെ അഭാവത്തിലാണ് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിട്ട്. ചില ആൾക്കാർക്ക് 1 മണി 3 മണിയൊക്കെ ആവുമ്പോഴാണ് വെറും ഒരു 2 മണിക്കൂറത്തേക്ക് ഉറങ്ങും, പിന്നെ അതിൽ ഞെട്ടി എണീക്കും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസ്, ഇത്രയാണ് പ്രോട്ടീൻസിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത് ഈ പറഞ്ഞതുപോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ പ്രോട്ടീൻസിന്റെ അഭാവത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ വാസ്തവത്തില് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊരു 10 ഇന്ത്യക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 9 പേർക്കും അവരുടെ ശരീരത്തിൽ പ്രോട്ടീൻസിന്റെ അഭാവമാണ് കണ്ടിട്ടുള്ളത്. ഇത് 2015 വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. 10 ഇന്ത്യക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 9 പേർക്കും എന്തില്ല? അവരുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് ഇല്ല. പ്രോട്ടീൻസ് ഇല്ലാതിരിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത്. ഇനി സിറ്റിയിൽ ജീവിക്കുന്ന ഒരു ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 73% ആൾക്കാരിലും പ്രോട്ടീൻസിന്റെ അഭാവമാണ് കണ്ടിട്ടുള്ളത്. സിറ്റിയിൽ ജീവിക്കുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഒന്നിനും സമയമില്ല അല്ലെ, ഭക്ഷണം ഒന്നും കഴിക്കാൻ സമയമില്ല. അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ 73% പ്രോട്ടീൻസിന്റെ അഭാവം. അതിൽ തന്നെ നമ്മുടെ ലക്നൗ ആണ് ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത്. 90% ആൾക്കാരിലാണ് അവിടെ പ്രോട്ടീൻസിന്റെ അഭാവമുള്ളത്. ഇനി അമ്മമാരെ എടുക്കുകയാണെങ്കിൽ 72% അമ്മമാരിൽ പ്രോട്ടീൻസിന്റെ അഭാവമായിട്ടുള്ളത്. കുട്ടികൾ 10നും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ 44% പ്രോട്ടീൻസിന്റെ അഭാവം. പ്രഗ്നൻസിയിലുള്ളവരും, അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ 62% സ്ത്രീകളിലാണ് പ്രോട്ടീൻസിന്റെ അഭാവം ഉള്ളത്. അത് വളരെ വലിയൊരു പ്രശ്നമാണ് അല്ലെ. ഗർഭിണികളിലും മുലയൂട്ടുന്ന സ്ത്രീകളും 62% പ്രോട്ടീൻസിന്റെ അഭാവം എന്ന് പറയുമ്പോഴത്തേക്കും അത് അവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ? അല്ല, അവരുടെ വയറ്റിലുള്ള കുട്ടിയെയുമാണ് അത് ബാധിക്കുന്നത്. ആ
സ്ത്രീ പാല് കൊടുക്കുന്ന കുഞ്ഞിനെയുമാണ് ബാധിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനും ഒക്കെ എന്തിന്റെ ആവശ്യമുണ്ട്? പ്രോട്ടീൻസിന്റെ വളരെയധികം ആവശ്യമുണ്ട്. ഇനി നമ്മളുടെ വെജിറ്റേറിയൻസ് അല്ലെ, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, അവരിൽ ഒരു സർവേ നടത്തിയപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടാണ് 2018 നടത്തിയിട്ടുണ്ടായിരുന്നപ്പം വന്നിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളതാണ്. ഈ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരിൽ 84% ആൾക്കാർക്കും എന്താണ്? പ്രോട്ടീൻസിന്റെ അഭാവമാണ് ഉള്ളത്. പിന്നെ അവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുവോ? ഇല്ല. പലതരത്തിലുള്ള, നമ്മൾ പറഞ്ഞു ഓൾറെഡി അല്ലെ, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ പ്രോട്ടീൻസിന്റെ അഭാവം. ഇതൊക്കെ ഹെൽത്ത് സർവേസ് വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ്, പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ശരീരത്തിൽ എത്രത്തോളം പ്രോട്ടീൻസ് ആണ് ആവശ്യമുള്ളത് എന്ന് നോക്കാം. ഒരു നോർമൽ ആയിട്ട് നല്ല ആരോഗ്യവാനായി ഇരിക്കുന്ന ഒരുവന് 1.5 1.75 ഗ്രാം പ്രോട്ടീൻ ആണ് അയാളുടെ വെയിറ്റിനനുസരിച്ച്, പെർ kg ആണ് അയാളുടെ വെയിറ്റിനനുസരിച്ച് വേണ്ടത്. ഇനി അത്ലറ്റ്സിനൊക്കെ ആണെങ്കിൽ ഒരു 2 ഗ്രാമോളം പ്രോട്ടീൻ ആണ് വേണ്ടത്. ഗർഭിണികളും അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളിലും 2 ഗ്രാം പെർ kg അവരുടെ വെയിറ്റിനനുസരിച്ചിട്ട് വേണം. ഇനി ക്യാൻസറോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ രോഗത്തിൽ നേരിടുന്ന ആൾക്കാർ, എല്ല് തേയ്മാനം, അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രോട്ടീൻസ് ആണ് വേണ്ടത്. അപ്പം ഇത് നമ്മളുടെ ഡയറ്റിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഇത്രയധികം പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമല്ലേ. ഇത്രയും ഒരു മാരകമായിട്ടുള്ള അല്ലെ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടാണ് നമ്മളുടെ ഏത് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്? നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ പ്രോട്ടീൻ പൗഡർ വന്നിട്ടുള്ളത്. വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ, യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ഒന്നുമില്ലാത്ത രീതിയിലുള്ളതാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു സ്പെഷ്യൽ ഫോർമുലയാണ് നമ്മളുടെ പ്രോട്ടീൻ പൗഡർ. അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 3 തരത്തിലുള്ള പ്രോട്ടീൻസും പിന്നെ 2 തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള 2 സാധനങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തേത് എന്ന് പറയുമ്പോഴത്തേക്കുള്ളതാണ് 3 പ്രോട്ടീനുകൾ. വേ പ്രോട്ടീൻ, സോയ് പ്രോട്ടീൻ, പീ പ്രോട്ടീൻ ആണ് ഇതിൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള വേ പ്രോട്ടീൻ എന്നുള്ളത് നമുക്ക് നോക്കാം. വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലിൽ നിന്നും കിട്ടുന്ന ഒരു പ്രോട്ടീൻ ആണ്. പാലിൽ 2 തരത്തിലുള്ള പ്രോട്ടീൻ ആണ് ഉള്ളത്, കെസീനും അതേപോലെ തന്നെ വേ പ്രോട്ടീനും. അതിൽ വേ പ്രോട്ടീൻ ആണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 9 അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഈ വേ പ്രോട്ടീൻ കഴിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് ആന്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ആണ്. ആന്റി ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന വേ പ്രോട്ടീൻ. അതേപോലെ തന്നെ നമ്മളുടെ രക്തത്തിലെ ടോട്ടൽ കൊളസ്ട്രോളും അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിന്റെയും ഒക്കെ അളവ് കുറയ്ക്കുന്നതിൽ സഹായിക്കുന്നതാണ് നമ്മളുടെ വേ പ്രോട്ടീൻ. ആസ്മ പോലുള്ളതൊന്നും വരാതെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് നമ്മളുടെ വേ പ്രോട്ടീൻ. ബ്ലഡ് പ്രഷർ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്നു. വെയിറ്റ് ലോസ് ഉള്ള ആൾക്കാർക്ക് അറിയാം, ഇപ്പം HIV അതേപോലെ തന്നെ ക്ഷയം ഒക്കെ ബാധിച്ചിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഭയങ്കരത്തിൽ വെയിറ്റ് ലോസ് അല്ലെ, അവരുടെ വെയിറ്റ് ഒക്കെ അനുദിനം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്കൊന്നും ഇനിയും വെയിറ്റ് ലോസ് ഉണ്ടാവാതെ, അതായത് ശരീരത്തിൽ നിന്നും വെയിറ്റ് നഷ്ടപ്പെടുത്താതെ ആ ഉള്ള വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ആ വെയിറ്റ് വർദ്ധിക്കാനുമായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതാണ് ആ ഒരു കണ്ടന്റ് ആണ് നമ്മളുടെ വേ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനിയും വെയിറ്റ് നല്ല അമിതവണ്ണമുള്ളവര് ഇനി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടുവോ? ഒരിക്കലുമില്ല. അമിതവണ്ണമുള്ളവർക്ക് അവരുടെ ആ ഒരു ഫാറ്റിന് ബേൺ ചെയ്യാനായിട്ടും കൂടിയുള്ള കർമ്മം നമ്മളുടെ വേ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം അമിതവണ്ണമുള്ളവർക്കും ഈ ഒരു നമ്മളുടെ പ്രോഡക്റ്റ് ഒരേപോലെ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മളുടെ സോയ് പ്രോട്ടീൻ, സോയാബീനിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് സോയ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഇതും കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. എന്താണ് കംപ്ലീറ്റ് പ്രോട്ടീൻ? 9 അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സോയ് പ്രോട്ടീൻ. ഇനി സോയ് പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത്? നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ സംരക്ഷിക്കുന്നു, ബ്ലഡ് പ്രഷറിനെ കൃത്യമാക്കിയിട്ട് കൊണ്ടുപോകുന്നു, നമ്മളുടെ കൊളസ്ട്രോൾ ലെവലിനെ കൃത്യമാക്കി കൊണ്ടുപോകുന്നു,
ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്നത്. ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നും, മുടി കൊഴിച്ചിൽ അമിതമായിട്ട് വരും, അത്തരത്തിലൊക്കെ മൂഡ് ചേഞ്ച് ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ടുള്ള പങ്കും കൂടിയാണ് സോയ് പ്രോട്ടീന് കാക്കുന്നത്. അതേപോലെ തന്നെയാണ് എല്ല് തേയ്മാനം, അതൊന്നും വരാതെ സംരക്ഷിക്കുന്നു, എല്ലിന് വേണ്ടിയിട്ടുള്ള ശക്തി പ്രദാനം ചെയ്യുന്നു, ക്യാൻസർ വരാതെ സഹായിക്കുന്നു, മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും വരാതെ തടയുന്നു, പ്രമേഹം വരാതെ നിയന്ത്രിക്കുന്നു, അതുപോലെ തന്നെ കണ്ണിന്റെ സംരക്ഷണത്തിനും കൂടി സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സോയ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അടുത്താണ് പീ പ്രോട്ടീൻ. പീയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു പീ പ്രോട്ടീൻ. ഇതും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. ഇത് BCAA ഏറ്റവും റിച്ച് ആയിട്ടുള്ളതാണ്. BCAA എന്താണ് ഈ BCAA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ് എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 9 അമിനോ ആസിഡുകൾ പറഞ്ഞു അല്ലെ, ല്യൂസിൻ, വാലൈൻ, ഐസോല്യൂസിൻ, ലൈസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 9 അമിനോ ആസിഡുകളിൽ 3 അമിനോ ആസിഡുകളിൽ ചെയിൻ ആയിട്ട് നിൽക്കുമ്പോഴാണ്, 3 അമിനോ ആസിഡുകൾ കൂടിയിട്ടാണ് ഈ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം ഗുണമാണ് ഉള്ളത്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ BCAA എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് വരെ, അതായത് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് പ്രോഡക്ട്സ് BCAA എന്നുള്ള പേരിൽ തന്നെ ലഭ്യമായിട്ടുണ്ട്. അപ്പം പിന്നെയോ ഇതിൽ വേറെ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഈ പ്രോട്ടീൻസ്, പീ പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ മെല്ലെയാണ് ഇത് ഡൈജസ്റ്റ് ആവുന്നത്. അപ്പം വളരെ മെല്ലെ ഡൈജസ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ ശരീരത്തിൽ ഒരു ഫുൾനെസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്, ഒരു നിറഞ്ഞ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പം അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ നമ്മളുടെ പീ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലാക്ടോസ് ഫ്രീ ആണ്. പല ആൾക്കാർക്കും പാല് കുടിക്കുമ്പോഴൊക്കെ അലർജി ഉണ്ടാകുന്നുണ്ട്, ലാക്ടോസ് ഇൻടോളറൻസ്, അതായത് പാല് കുടിക്കുമ്പോഴൊക്കെ അലർജിക് റിയാക്ഷൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മളുടെ ഇതിൽ പീ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലാക്ടോസ് ഫ്രീ ആണ്, അതേപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. എന്താണ് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗോതമ്പിലും അതുപോലെ തന്നെ നമ്മളുടെ ബാർലിയിലും ഒക്കെ ഉള്ള ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ പല ആൾക്കാരിലും, വളരെ ചെറിയ ശതമാനം ആൾക്കാരിലൊക്കെ ഈ ഗ്ലൂട്ടൻ കാരണം, ഈ ഗോതമ്പ്, ബാർലി ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും അലർജിക് പോലുള്ള റിയാക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സീലിയാക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസ് ഉണ്ട്. അത് നമ്മളുടെ എന്താണ്, നമ്മുടെ ചെറുകുടലിലെ ലൈനിങ്ങിനെ, നമ്മളുടെ തന്നെ എന്താണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു രോഗമാണ് സീലിയാക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഈ ഗ്ലൂട്ടന് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന് ആവശ്യമാകുന്ന ചെറുകുടലിലെ ലൈനിങ്ങിനെ, ആ ലെയറിനെ നശിപ്പിക്കും. അപ്പൊ ഗ്ലൂട്ടൻ അത് ട്രിഗർ ചെയ്യും, ആ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റെസ്പോൺസ് കാണിക്കും ചില ആൾക്കാരിൽ, എല്ലാവരിലും അല്ല, ചില ആൾക്കാരിൽ. അതുമൂലം അവർക്ക് ഡയേറിയ, എപ്പോഴും വയറ്റിളക്കം, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമ്മളുടെ പീ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പൊ അത്തരക്കാരിലും ഇത് ഒരേപോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അപ്പൊ അത്രയുമാണ് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം വേറെ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. 2 നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആംലയും അതേപോലെ തന്നെ ബ്രഹ്മിയും. ആംല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിക്ക. അപ്പൊ നെല്ലിക്ക ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കേന്റെ ഗുണങ്ങൾ നമ്മൾ കുറേ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. നമ്മളുടെ ഇതിലൊക്കെ ഉണ്ട്, 95 ഉണ്ട്, ഇമ്മ്യൂണോ 3+ നെല്ലിക്ക ഉണ്ട് അല്ലെ. അപ്പൊ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, കാരോട്ടിൻ, വൈറ്റമിൻ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതാണ്. രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിൽ സഹായിക്കുന്നതാണ്. പല വിധത്തിലുള്ള കർമ്മങ്ങളാണ് നെല്ലിക്കയിൽ ഉള്ളത്, നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്തതാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. ബ്രഹ്മി എന്തിനാണ് ഉപയോഗിക്കുന്നത്? പണ്ട് മുതലേ അറിയാം അല്ലെ, നമ്മളുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്രഹ്മി. അപ്പൊ ഇതിൽ ബ്രഹ്മിയും കൂടി അടങ്ങിയിട്ടുണ്ട്. ഇതിന് നേരിട്ട് നമ്മളുടെ ബ്രെയിനുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനിലേക്ക് ചെന്നിട്ടാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ മെമ്മറിയും നമ്മളുടെ അതായത് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവിടേക്ക് ബ്രെയിനിലേക്കുള്ള ആ ഒരു സർക്കുലേഷൻ, രക്തത്തിന്റെ ഓട്ടം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. ഇത്രയും അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ ഭയങ്കര ഒരു എന്താണ്, നോവൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്, നോവൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെയാണുള്ളത്? വെയ് പ്രോട്ടീൻ ഉണ്ട്, പീ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ സോയ് പ്രോട്ടീൻ ഉണ്ട്, ബ്രഹ്മി ഉണ്ട്, ആംല ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ എന്താണ്, ഫാറ്റ് ഉണ്ടോ? ഇല്ല, ലോ ഫാറ്റ് ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ ഡൈജസ്റ്റിബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ PDCAAS എന്ന് പറയുന്നത് ഇതിന്റെ 1 ആണ്.
എന്താണ് ഈ PDCAAS, പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ എന്ന് പറയുന്നത്? എന്താണ് അത്? നമ്മളുടെ പ്രോട്ടീൻസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. അമിനോ ആസിഡ്സിന്റെ, നമ്മളുടെ പ്രോട്ടീൻസിലുള്ള ആ അമിനോ ആസിഡ്സ് എത്രത്തോളം നല്ലതാണ് നമ്മളുടെ ശരീരത്തിൽ, അത് നല്ല രീതിയിൽ ശരീരത്തിന് അത് യൂട്ടിലൈസ് ചെയ്യാൻ, ശരീരത്തിന് അത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല സ്കോർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മളുടെ ഈ പ്രോട്ടീൻ പൗഡറിന്റെ സ്കോർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം അതിലും എന്താണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. നമ്മൾക്ക് യാതൊരു ഡൗട്ടോ സംശയമോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എഫക്ട്, അതായത് പാർശ്വഫലങ്ങൾ, സങ്കീർണ ഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയവും ഇല്ലാതെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇത് ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓൾ എസെൻഷ്യൽ 9 എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുള്ളതാണ് ഇതില്. ഒരു 100 ഗ്രാമിൽ എന്ന് പറയുമ്പോഴത്തേക്കും 80 ഗ്രാം പ്രോട്ടീൻസും അതേപോലെ തന്നെ 13.9 ഗ്രാം ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ്സുമാണ് അടങ്ങിയിട്ടുള്ളത്. ഇനിയും ഇത് ആർക്കൊക്കെയാണ് കൊടുക്കാനായിട്ട് പാടില്ലാത്തത്? ഇത് കിഡ്നി ഫെയിലിയർ, കിഡ്നി തകരാറിലായിട്ടുള്ള ആൾക്കാർക്കും, അങ്ങനെ തകരാറിലായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരിലും അതേപോലെ തന്നെ യൂറിക് ആസിഡ് ഒരുപാട് നിൽക്കുന്ന ആൾക്കാരിൽ, യൂറിക് ആസിഡ് മൂലം സ്റ്റോൺ ഉള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ ഗർഭിണികൾക്കും സ്ത്രീകൾക്കും ഒന്നും ഇത് നൽകാൻ പാടില്ല. നൽകണം എന്നുണ്ടെങ്കിൽ അവര് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ റെക്കമെൻഡേഷനോട്, ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഇത് ഉപയോഗിക്കാനായിട്ട് നമ്മൾക്ക് അവരോട് പറയാനായിട്ട് സാധിക്കും. ഇത് ഒരിക്കലും കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കരുത്. കാരണം അവരുടെ കിഡ്നി തന്നെ തകരാറിലായി ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മള് ഈ കിഡ്നിക്ക് നമ്മൾ ഈ പ്രോട്ടീൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കിഡ്നിക്ക് എന്താണ്? ഓവർലോഡാണ്. കിഡ്നിയാണ് നമ്മുടെ രക്തത്തെ അരിച്ചരിച്ച് എടുക്കുന്നത് അല്ലെ, ആവശ്യമില്ലാത്തത് ഒക്കെ മൂത്രത്തിലൂടെ കളയുന്നത്. അപ്പൊ അങ്ങനെ കിഡ്നിക്ക് ഒരു ഓവർലോഡ് വരാൻ ഒരിക്കലും പാടില്ല നമ്മൾ ഇത്രയും പ്രോട്ടീൻസ് കഴിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഒരിക്കലും കിഡ്നി തകരാറിലായിട്ടുള്ള ആൾക്കാർക്കിലും അതേപോലെ തന്നെ ഡയാലിസിസ് നടത്തുന്ന പേഷ്യൻസിലും ഒന്നും തന്നെ ഇത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ഇത്രയും ഗുണങ്ങൾ ഉള്ളതാണ് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്കറിയാം നമ്മളുടെ വിപണിയിൽ ഒരുപാട് തരത്തിലുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് ആണ്. ഒരു സൈഡ് എഫക്ട്സും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ ലഭ്യമാണ്. പക്ഷെ അതിൽ നിന്നും ഒക്കെ ഇതിനെ നമ്മൾക്ക് വളരെയധികം വേർതിരിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് അല്ലെ. അതേപോലെ തന്നെ ബ്രഹ്മി, അതുപോലെ തന്നെ നെല്ലിക്കയൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ഒന്നും ഇത് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുകയില്ല. നമ്മൾക്ക് ആരോഗ്യം വർദ്ധിക്കുകയല്ലാതെ ആരോഗ്യത്തെ കുറയ്ക്കുന്നതായിട്ടുള്ള ഒന്നും തന്നെ നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിട്ടില്ല. ഇനി നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ട് കഴിഞ്ഞ ട്രെയിനിങ്ങിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? നമ്മൾ 95 നോക്കി, ഇമ്മ്യൂണോ 3+, സ്പൈറുലിന, ഡയബ ലൈഫ്, ആയുഷ്വാസ്, ഫൈറ്റ് സ്ട്രെസ്, ഡെയിലി ഡീടോക്സ്, കവചപ്രാശം, വെൽ ഹാർട്ട് നോക്കി അല്ലെ. ഇന്ന് നമ്മൾ എന്തും നോക്കിയിട്ടുണ്ട്? നമ്മുടെ പ്രോട്ടീൻ പൗഡറും നോക്കിയിട്ടുണ്ട്. ഇനിയും നമ്മൾക്ക് ഒരുപാട് പ്രോഡക്ട്സ് വരാനുണ്ട്. യൂറി ഫ്ലഷ് ഉണ്ട്, യൂറി ഫ്ലഷ് ലിക്വിഡും ടാബ്ലറ്റ്സും ഉണ്ട്. അതേപോലെ തന്നെ ഫീലിംഗ് ലിക്വിഡ്, തൈ ഹെൽത്ത്, ആന്റി അലർജി, സൈക്ലോവ, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾക്ക് ഇനിയും നോക്കാനായിട്ടുണ്ട്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഒരിക്കലും ഇത് മറന്നു പോകരുത്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റുമായിട്ട് സമൂഹത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും സമൂഹത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ ആൾക്കാർ ആരാണ്? നല്ല ആരോഗ്യവാന്മാരായി ഇരിക്കുന്ന ആൾക്കാർക്ക്. അവർക്ക് എന്താണ് വേണ്ടത്? തങ്ങളുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിനായിട്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള മാർഗങ്ങൾ തേടുന്ന ആൾക്കാരാണ് ഈ വിഭാഗക്കാര്. അടുത്തത് ബി വിഭാഗക്കാര്. ബി വിഭാഗക്കാര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ചെറിയ രീതിയിലൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉള്ളത്, ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ മുടി കൊഴിച്ചിൽ, ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിക്ക് മുടി കൊഴിച്ചിലുള്ളത് ആണ് അല്ലെ, മുടി വളരുന്നില്ല എന്നുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നവുമല്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്ന ചെറിയ രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതാണ് ബി കാറ്റഗറി. അടുത്തത് സി കാറ്റഗറി. റെഡിലാണ് അത് കൊടുത്തിട്ടുള്ളത്. റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡേഞ്ചറിന്റെ സിമ്പിൾ ആണ് അല്ലെ, റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ റെഡ് ആയിട്ടുള്ള ഈ സി കാറ്റഗറിയിലുള്ളതാണ് രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ ഉള്ളത്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക്, ഈ പറഞ്ഞ 3 ആൾക്കാരിൽ ആർക്കൊക്കെയാണ് നമ്മളുടെ പ്രോഡക്ട്സ് നൽകേണ്ടത്? നമ്മളുടെ പ്രോഡക്ട്സ് എയ്ക്കും ബിക്കും മാത്രമാണ് നൽകേണ്ടത്. അതായത് ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്ന് വിചാരിക്കുന്നവർക്കും ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ രീതിയിലുള്ള എല്ലാം രോഗം അല്ലെങ്കിൽ രോഗത്തിന്റെ ആരംഭഘട്ടത്തിൽ മാത്രമാണ് നമ്മളുടെ
ഈ പ്രൊഡക്റ്റ് നൽകാവുന്നത്. എക്കും ബിക്കും മാത്രമേ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും നൽകാവുള്ളൂ. സി കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. അവരത് കൈകാര്യം ചെയ്യും, അവർക്കത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവരെ പോയി തേടി പിടിച്ചിട്ട് ഇത് നമ്മളുടെ പ്രോഡക്ട്സ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾക്ക് നമ്മളുടെ ശ്രദ്ധ മുഴുവനും ആർക്കായിരിക്കണം, അപ്പോഴാണ് നമ്മുടെ മാർക്കറ്റും ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. എയും ബിയും എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരാണ് ഉള്ളത് അല്ലെ. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ്, ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലെ, ഓരോ രോഗം വരുമ്പോഴല്ല രോഗത്തിനുള്ള മരുന്നല്ല കഴിക്കേണ്ടത്, തങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് കഴിക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് ആൾക്കാർക്ക് ഉണ്ടായിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നല്ല പ്രോഡക്ട്സ്, നല്ല ഉൽപ്പന്നങ്ങൾ നൽകുകയാണെങ്കിൽ, ഉചിതമായിട്ടുള്ള ആൾക്കാർക്ക് നൽകുകയാണെങ്കിൽ അവർ തീർച്ചയായും ഇരു കൈകളും നീട്ടി അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇനി നമ്മളുടെ പ്രോഡക്ട്സ് ഒരുപാട് സൈറ്റുകളിൽ, ഫ്ലിപ്കാർട്ടിൽ അതുപോലെ തന്നെ ആമസോണിലും ഒക്കെ ലഭ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ വാങ്ങിക്കുന്ന ഈ ഒരു പ്രോഡക്ട്സ് നിങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഗ്യാരണ്ടി നമ്മളുടെ കമ്പനി ഒരിക്കലും നൽകുന്നതല്ല. കാരണം പല പ്രോഡക്ട്സിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്, പല പ്രോഡക്ട്സും ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ നമ്മളുടെ പ്രോഡക്ട്സ് പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുക? നമ്മളുടെ പ്രോഡക്ട്സ് ഇന്ത്യ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്, അവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ആരാണോ പരിചയപ്പെടുത്തിയിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ പ്രോട്ടീൻ പൗഡർ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് വളരെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ എത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുവാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ പ്രോട്ടീൻസിന്റെ ലെവൽ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന്റെ ആവശ്യവും മനസ്സിലായി, പ്രോട്ടീൻസിന്റെ അഭാവത്തിൽ എന്തൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ മനസ്സിലായി. അപ്പൊ അത്രയാണ് പ്രോട്ടീൻസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ട്രെയിനിങ്ങിൽ എന്താണ് എടുക്കുന്നത്, എന്തുമായിട്ടാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. 11th ഡേയിൽ നമ്മൾ അടുത്ത ട്രെയിനിങ്ങിൽ നമ്മൾ കൊണ്ടുവരുന്നത് യൂറി ഫ്ലഷ് 3 ലിക്വിഡും അതുപോലെ തന്നെ യൂറി ഫ്ലഷ് 3+ ടാബ്ലറ്റ്സും ആണ്. ടാബ്ലറ്റ്സ് ഇതുവരെ ഞാൻ ട്രെയിനിങ്ങിൽ എടുക്കാത്തതാണ്. അപ്പം ലിക്വിഡും ടാബ്ലറ്റും അതൊരു നമ്പർ 1 കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പം എന്താണ് അത്, ആർക്കൊക്കെയാണ് നൽകേണ്ടത്, അത് എന്തിന്റെ ആരോഗ്യമാണ് സംരക്ഷിക്കുന്നത് എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമ്മൾക്ക് അടുത്ത ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി. Thank you for watching. For more business and product videos, subscribe the channel now.